ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ ഇതിൽ ഒരു അകലം പാലിക്കുന്നതിൻ്റെ കാരണം ഇത് സ്വർണ്ണക്കടത്ത് പോലെ ബൂമറാങ് ആകുമോ, ഡോളർ കടത്ത് പോലെ ബൂമറാങ് ആകുമോ എന്നുള്ളൊരു ചോദ്യമാണ്. ബിരിയാണി ചെമ്പും ഖുറാനിലെ സ്വർണ്ണക്കടത്തും ഇതെല്ലാം ചർച്ച ചെയ്ത് അവസാനം ലൈഫ് മിഷൻ വരെ എത്തി. അങ്ങനെ ഏറ്റവും ഒടുവിൽ ഇതെല്ലാം തിരിച്ചടിയായി ആദ്യം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൈവിട്ടു, പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞതിനേക്കാൾ മികച്ച പെർഫോമൻസോടുകൂടി രണ്ടാം പിണറായി സർക്കാർ വരുന്നത് ഒരു പാഠമായി പ്രതിപക്ഷത്തിന് മുന്നിലുണ്ട്. അതുകൊണ്ട് ഈ തിരക്കഥ അതേപടി ഏറ്റെടുക്കുകയാണെങ്കിൽ പ്രതിപക്ഷം എന്താണോ തെലങ്കാനയിൽ കണ്ടത്, എന്താണോ ഡൽഹിയിൽ കണ്ടത്, സമാനമായ സാഹചര്യത്തിൽ BJPക്ക് വളമൊരുക്കുന്നതായിരിക്കും. കാരണം പ്രതിപക്ഷത്തിന് മുന്നിൽ ഒരു വലിയ ചോദ്യമുണ്ടെന്നേ. നിലവിൽ നമ്മുടെ രാജ്യത്ത് 50 മണിക്കൂർ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിനെ തുടർച്ചയായി ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് രാഹുൽ ഗാന്ധിയാണ്. ഏത് വിഷയത്തിലാണ്? നാഷണൽ ഹെറാൾഡ് കേസിലാണ്. നാളെ ഈ വിഷയങ്ങളെല്ലാം മുൻപിൽ വരും. അന്ന് കോൺഗ്രസ് എടുത്ത നിലപാട് ED രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഇതേ വിഷയം കേരളത്തിന് പുറത്ത് ED ഒരു കേന്ദ്ര ഏജൻസിയായി മാറുന്നു. ആ കേന്ദ്ര ഏജൻസി ഒരു രാഷ്ട്രീയ വേട്ടയ്ക്ക് ED ഉപയോഗിക്കുന്നു എന്നതായി മാറുകയും കേരളത്തിലേക്ക് വരുമ്പോൾ ഒരു ഷോർട്ട് സൈറ്റഡായി അഥവാ ഹ്രസ്വദൃഷ്ടിയിൽ അധികാരം എന്നൊരൊറ്റ കാര്യം മുന്നിൽ കണ്ടുകൊണ്ട് ED ഈ കേസ് ന്യായമായി അന്വേഷിക്കുന്ന ഏജൻസിയായി കോൺഗ്രസിന് കണക്കാക്കാൻ കഴിയില്ല. അത് കോൺഗ്രസിന് തന്നെ ഒരു വലിയ ബൂമറാങ്ങായി മാറും എന്നതാണ് എൻ്റെ പക്ഷം.